Suppose that the lifetime of an electronic device has the PDF f of x is equal to e raised to minus x, x is greater than 0. Determine probability of modulus of x minus 1 greater than or equal to 2 exactly and approximately using Chebyshev's inequality. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, അതാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്നത് ഒരു ഇതേത് ഡിസ്ട്രിബ്യൂഷനാണ്? ദിസ് ഇസ് ആൻ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ അയാളുടെ പി ഡി എഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നമ്മൾ എക്സിൻ്റെ പി ഡി എഫ് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ഈ പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഈ പ്രോബബിലിറ്റി രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൺ എക്സാക്ട്ലി പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് സാധാരണ നമ്മളൊരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ സാധാരണ ചെബിഷെവ്സ് ഇനീക്വാലിറ്റി ഒന്നും ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് സെക്കൻഡ് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി യൂസിങ് ചെബിഷെവ്സ് ഇനീക്വാലിറ്റി. അടുത്തത് ചെബിഷെവ്സ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇയാളുടെ പി ഡി എഫ് കണ്ടുപിടിക്കണം, ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡ് നോക്കാം. എക്സാക്ട്ലി കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് അറിയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ 0. അത് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടുപിടിക്കൂ എന്നാണ്. ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ പ്രോബബിലിറ്റിയിൽ പ്രശ്നം വരുന്നത് ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഒക്കെ ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ മോഡുലസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മോഡുലസ് ഒഴിവാക്കാം. അപ്പോൾ മോഡുലസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അതിനെക്കാട്ടും എളുപ്പം മോഡുലസ് ഒഴിവാക്കാൻ ലെസ് ദാൻ 2 ആക്കിയാൽ. അപ്പോൾ ഞാനിതിനെ നേരെ കോംപ്ലിമെൻ്റ് എടുക്കുന്നു. അപ്പോൾ എങ്ങനെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 2, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലെസ് ദാൻ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും പറഞ്ഞാലൊന്നും കുഴപ്പമില്ല, അതേമാതിരി എഴുതി. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ടാണ് എഴുതിയത്. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി വരികയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലെങ്കിൽ ലെസ് ദാൻ 2 ഒന്നും കുഴപ്പമില്ല വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. അതായത് മോഡുലസ് മാറ്റി എഴുതാം. അപ്പോൾ അതേപോലെ ഇവിടെ മോഡുലസിൻ്റെ ഉള്ളിൽ എക്സ് വരുന്നതിന് പകരം വന്നിരിക്കുന്നത് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇങ്ങനെ നമ്മൾ എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ഇനി അടുത്ത പ്രശ്നം ഇവിടെ എക്സ് മൈനസ് 1 ഉണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് മാത്രം കിട്ടിയാലാണ് നമുക്ക് എഫ് ഓഫ് എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സൗകര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? എല്ലാ ടേമിൻ്റെ കൂടി ഈ -1 പോകാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു +1 ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരാൾക്ക് മാത്രം +1 ചെയ്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ടേമുകൾക്കും, അതായത് ഈ എല്ലാ ടേമുകൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 1 ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് -2 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 1 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 + 1. ഓക്കെ, അപ്പോൾ എല്ലാ ടേമുകളുടെ ഒപ്പവും +1 ആഡ് ചെയ്തു. അങ്ങനെ ചെയ്താൽ എല്ലാ ടേമിനും ഒരേ കാര്യം തന്നെ ചെയ്താൽ നമുക്ക് യാതൊരു മാറ്റവും വരുന്നില്ല കേട്ടോ. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് -2 + 1 ഇസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സ് മൈനസ് 1 + 1 പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇപ്പോൾ നമുക്ക് സൗകര്യം ഒരു പ്രോബബിലിറ്റി ഓഫ് എക്സ് കിട്ടി, എക്സ് ലൈയിങ് ബിറ്റ്വീൻ -1 and 3, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ്
അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏത് റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഈ കണ്ടീഷൻ പറഞ്ഞ റേഞ്ചിൽ -1 മുതൽ 3 വരെ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്താ? എഫ് ഓഫ് എക്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നുള്ളൂ? 0 to ഇൻഫിനിറ്റി ആണ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 പറയുന്നതിൻ്റെ റേഞ്ച് എന്താണ്? 0 to ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ -1 to 0 എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇവിടെ -1 മുതൽ 3 വരെയാണ്. നമുക്ക് തന്നതിൽ എവിടെയാണ് വരെയാണ് പോകുന്നത്? ഇവിടെ 0 വന്നിട്ടുണ്ടാവാം, ഇവിടെ -1 വന്നിട്ടുണ്ട്, ഇവിടെ 3 വന്നിട്ടുണ്ട്. നമ്മളെ PDF എഫ് ഓഫ് എക്സ് വരുന്നത് 0 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് വരുന്നത്. എന്താ അത് വരുന്നത്? e⁻⁻x വരുന്നത്. ബാക്കി എല്ലാവിടെയും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ -1 മുതൽ നമ്മൾ പറഞ്ഞ ഗിവൺ റേഞ്ച് ഇതാണ് അല്ലേ? ഏത് റേഞ്ചാണ്? -1 മുതൽ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ റേഞ്ചിൽ -1 മുതൽ 0 വരെ ഒരു എഫ് ഓഫ് എക്സ് ആണ്, 0 വരുന്ന എഫ് ഓഫ് എക്സ് ആണ്. 0 കഴിഞ്ഞ് അങ്ങോട്ട് 3 വരെയൊക്കെ എഫ് ഓഫ് എക്സ് ക്യാൻ ബി e⁻⁻x. അപ്പോൾ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റഗ്രലിനെ ഞാൻ 2 ഇൻ്റഗ്രലുകളായിട്ട് എഴുതുന്നു. ദറ്റ് ഈസ് 1 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതാം, ഇൻ്റഗ്രൽ -1 to 0 എഫ് ഓഫ് എക്സ് dx പ്ലസ് ഫസ്റ്റ് പീസ് അല്ലേ? ഇനിയിപ്പോൾ പ്ലസ് ഇപ്പോൾ 0ൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന 3 വരെ എഫ് ഓഫ് എക്സ് dx. ഇങ്ങനെ എഴുതിയൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ -1 to 3 എന്ന് പറയുന്ന ഇൻ്റഗ്രലിനെ -1 to 0 എന്നും പ്ലസ് 0 to 3 എന്നും 2 റേഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ -1 to 0 വരെ എഫ് ഓഫ് എക്സ് 0 ആയിരിക്കും. കാരണം e⁻⁻x തുടങ്ങുന്നത് 0ൻ്റെ അപ്പുറത്തേക്കാണ്. അപ്പോൾ 0 to 3 ഒക്കെ പറയുമ്പോൾ e⁻⁻x ആയിരിക്കും. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ദിസ് ഈസ് ഈക്വൽ ടു 1 നമ്മുടെ ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 അല്ലേ? കാരണം -1 to 0 എന്ന് പറയുന്ന റേഞ്ചിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ആരോ മാത്രമേ ഉള്ളൂ? ഇൻ്റഗ്രൽ 0 to 3. അവിടെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? e⁻⁻x. അപ്പോൾ 0 പ്ലസ് അടുത്തത് ഇൻ്റഗ്രൽ 0 to 3 e⁻⁻x dx. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്തായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ദിസ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? എന്ത് വരുന്നു? ഇൻ്റഗ്രൽ 0 to 3 e⁻⁻x dx. ഇനി നമുക്ക് കുഴപ്പമില്ല, ഇത് സാധാരണ ഒരു ഇൻ്റഗ്രേഷനാണ്. നമുക്ക് e⁻⁻xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. e⁻⁻xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? e⁻⁻x ഡിവൈഡഡ് ബൈ -1 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 3. ഇപ്പോൾ ഇവിടെ ഒരു 1 മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -1 ഉണ്ട് അല്ലേ? അപ്പോൾ 1 പ്ലസ് e⁻⁻xൽ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 3 കൊടുക്കുകയാണ്. അപ്പോൾ e⁻⁻3 മൈനസ് എക്സിന് ലോവർ ലിമിറ്റായിട്ടുള്ള 0 കൊടുക്കുന്നു. അപ്പോൾ e⁻⁻0 അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് e⁻⁻3 മൈനസ് e⁻0 എന്താണ്? e⁻0 ഈസ് ഈക്വൽ ടു 1 ഓർ ദിസ് ഇസ് ഈക്വൽ ടു e⁻⁻3. e⁻⁻3യുടെ വാല്യൂ നമ്മളിപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. e⁻�3 എന്ന് അടിച്ചു നോക്കിയാൽ വാല്യൂ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.049 എന്ന് കിട്ടും. 0.049 പിന്നെ അങ്ങോട്ട് പോയിൻറ്റ്സ് പോകും, നമ്മൾ 0.049 എന്ന് എടുക്കണം. ബട്ട് എക്സാക്ട് വാല്യൂ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ എക്സാക്ട് വാല്യൂ ആണ് 0.049. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കണം? മ്യൂവും വേണം, അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ മീനും അറിയണം, വേരിയൻസും അറിയണം. അപ്പോൾ നമ്മൾ നോക്കണു, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇതെന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻⁻x, ഒരു എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിളാണ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ അറിയണം?
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അതായത് നമ്മളിപ്പം ഇവിടെ മുതൽ നമ്മൾ പിന്നെ ഈ മൊഡ്യൂൾ മുതൽ മ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഏതൊരു റാൻഡം വേരിയബിളുടെ മീനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം മ്യൂ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുമാതിരി എന്തും കൂടി അറിഞ്ഞിരിക്കണം, സിഗ്മ സ്ക്വയർ അറിഞ്ഞിരിക്കണം, ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. എന്നാലേ ഒരു റാൻഡം വേരിയബിളിൻ്റെ മ്യൂവും സിഗ്മ സ്ക്വയറും അറിഞ്ഞാലേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മ്യൂ ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, അതായത് 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇവിടെ എക്സ് ഉണ്ട്, ഇ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ ഇതെവിടെയൊക്കെയാണ്? ദിസ് ഇസ് എ ഗാമ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഗാമ ഫംഗ്ഷൻ ആവണമെങ്കിൽ എക്സ് റേസ് ടു 1 ആണ് ഇപ്പോൾ ഉള്ളത്. ഗാമ ഫംഗ്ഷൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഈ രീതിയിൽ വരേണ്ടിയിരുന്നു. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? ഗാമ ഫംഗ്ഷൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി. അപ്പോൾ അതേപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എക്സ് റേസ് ടു 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? സംതിങ് മൈനസ് 1 വേണം. എക്സ് റേസ് ടു 1നെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 2 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതെന്തായി? ഇതൊരു ഗാമ ഫംഗ്ഷനായി. ഗാമ ഫംഗ്ഷൻ്റെ ഫോമിലായി. ഇവിടെ പി എന്താ വന്നിരിക്കുന്നത്? പി ഇസ് ഈക്വൽ ടു 2, എം ഇസ് ഈക്വൽ ടു, എം എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയഫിഷ്യൻ, എമ്മിന് എന്താ വന്നിരിക്കുന്നത്? 1 ആണ്. അപ്പോൾ ദ വാല്യൂ വിൽ ബി ഗാമ പി ബൈ എം റേസ് ടു പി, ദറ്റ് ഈസ് ഗാമ 2 ഡിവൈഡഡ് ബൈ എം ഇസ് 1 റേസ് ടു 2 വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ 2. 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ. അപ്പം പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാമ പി ക്യാൻ ബി റിട്ടൺ ആസ് പി മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ദിസ് ഈസ് 2 മൈനസ് 1 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കിട്ടി മ്യൂ, ഈ റാൻഡം വേരിയബിൾ എക്സിൻ്റെ മ്യൂ ഇസ് ഈക്വൽ ടു 1. അതേമാതിരി നമ്മൾ അയാളുടെ വേരിയൻസ് ആണ് കാണേണ്ടത്. വേരിയൻസ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ. വാട്ട് ഈസ് വേരിയൻസ്? വേരിയൻസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് എഗെയിൻ എന്താണ്? എ ഗാമ ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1, 2ന് എങ്ങനെ എഴുതാം? 3 മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ പി ഗാമ 3 ഡിവൈഡഡ് ബൈ എം ഇവിടെയും 1 തന്നെയാണ്, 1 റേസ് ടു 3. And gamma 3 is 3 minus 1 factorial which is 2 factorial or 2 factorial എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടിയത് 1 ആണ്, 1 സ്ക്വയർ. വേരിയൻസ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഫോർ സിഗ്മ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മളെ റാൻഡം വേരിയബിളിൽ സിഗ്മ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്, മ്യൂ ഇസ് ഈക്വൽ ടു 1. ഇതൊക്കെ ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ. അതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ, സിഗ്മ ഈസ് 1, അപ്പം ടി എന്ന് മാത്രം, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ എന്നാണ് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. therefore 1/t സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 എന്ന് വരുന്നു. therefore the
required probability is probability of modulus of x minus 1 greater than or equal to t is less than or equal to 1 by 4. ഇതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി ഉപയോഗിക്കുമ്പോൾ ഇതിന് കിട്ടുന്ന പ്രോബബിലിറ്റി. Let x be a random variable taking values -1, -1, 0, plus 1 with probabilities 1 by 8, 6 by 8, 1 by 8 respectively. Using Chebyshev's inequality, find using Chebyshev's inequality the upper bound of the probability of modulus of x greater than or equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് എടുക്കുന്ന വാല്യൂസ് -1, 0 ആൻഡ് +1. ഓരോന്നിനുമുള്ള പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സുകൾ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റീസ് ആർ 1 by 8, 6 by 8 ആൻഡ് 1 by 8. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു റാൻഡം വേരിയബിളിൻ്റെ മീനും അറിയണം, വേരിയൻസും അറിയണം. മീനും അറിയണം, വേരിയൻസും അറിയണം. അതായത് മീനിനെ നമ്മൾ മ്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എല്ലാ റാൻഡം വേരിയബിൾസിൻ്റെ മീനിനെയും മ്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണത്. എല്ലാവരുടെ വേരിയൻസിനും നമ്മൾ സിഗ്മ സ്ക്വയർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പം മ്യൂവും സിഗ്മ സ്ക്വയറും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം മ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മീൻ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂസിലെല്ലാം summation over x, x into f of x, which is equal to, ഈ കേസിൽ എന്താണ്? -1 into 1 by 8 plus 0 into 6 by 8 plus 1 into 1 by 8. ഇതല്ല വരുന്നത്. അപ്പോൾ this is equal to -1 by 8 plus 0 plus 1 by 8. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താ കിട്ടിയിരിക്കുന്നത്? 0 ആണ്. അപ്പോൾ ഗിവൺ റാൻഡം വേരിയബിളിൻ്റെ മ്യൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മ്യൂ ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അയാളുടെ വേരിയൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് 0. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ എക്സിനെയും സ്ക്വയർ ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു -1 സ്ക്വയർ ഇൻറ്റു 1 by 8 പ്ലസ് 0 സ്ക്വയർ, 0 തന്നെ 6 by 8 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1 by 8 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1 by 8 -1 സ്ക്വയർ 1 ഇൻറ്റു 1 by 8 plus 0 plus 1 by 8 which is equal to 2 by 8 or 1 by 4. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ് കിട്ടിയിരിക്കുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1 by 4 കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ചെയ്തപ്പം നമുക്ക് 0 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് വിച്ച് ഇസ് സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം expectation of x square which is 1 by 4 minus 0 square, expectation of x whole square. Therefore sigma square is equal to 1 by 4 or sigma is equal to root of 1 by 4, that is 1 by 2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, 1 by 4ൻ്റെ റൂട്ട് ശരിക്ക് +1 by 2 ആവാം, -1 by 2 വരാം. പക്ഷെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് നോക്കാതിരിക്കുന്നത്. സിഗ്മ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ സിഗ്മ ഈസ് 1 by 2. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 0, ദറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. മ്യൂ 0 എന്ന് കിട്ടിയിട്ടുണ്ട്, സിഗ്മ ഈസ് ഈക്വൽ ടു 1 by 2. ഞാൻ ഇനിയിപ്പം അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ബൗണ്ട് കാണാനുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by t സ്ക്വയർ. ഇതാണ് അപ്പർ ബൗണ്ട് കാണാനുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി ഫസ്റ്റ് ടൈപ്പ്.
അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇവിടെ വരുമ്പോൾ എന്തായി മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഇസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. സിഗ്മ ഇസ് 1/2 ടി ഇൻറ്റു 1/2 ആണ് വരും. അപ്പോൾ T/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t². അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t². ഇതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി. അപ്പോൾ ഇതും ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ T/2 മോഡുലസ് ഓഫ് എക്സ്, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് അതിനവിടെ വന്നിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇവിടെ വന്ന സ്ഥാനത്ത് ഇവിടെ T/2 ആണ് വന്നത്. അപ്പം T/2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, ഓർ T ഈസ് ഈക്വൽ ടു 2. അപ്പോൾ T എന്ന് പറഞ്ഞാൽ 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയുടെ അപ്പർ ബൗണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/t². that is 1/2² is equal to 1/4. But the required probability is, അല്ലെങ്കിൽ upper bound of the probability is probability of modulus of x greater than or equal to 1. അപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് that probability is less than or equal to 1/4. അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ്. മുമ്പൊക്കെ നമ്മൾ ചെയ്തത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് ഷെബിഷെവ്സ് വെച്ച് കണ്ടുപിടിച്ചത്. ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ റാൻഡം വേരിയബിൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലേ? റാൻഡം വേരിയബിൾ എന്തായിരുന്നു? ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇറ്റ്സ് ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സാമ്പിൾ സ്പേസിൽ. അതായത് നമ്മളൊരു ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സ് നമ്മൾ ഇറ്റ്സ് ആക്ച്വലി എ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആളുകൾ എവിടെ നിന്നായിരുന്നു? ഡൊമെയിൻ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആയിരുന്നു. ഈ സാമ്പിൾ സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ആരെയാണ് തിരിച്ചു തരുന്നത്? റിയൽ നമ്പേഴ്സിനെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടായിരുന്നത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റാൻഡം വേരിയബിൾ, നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിൾ തന്നെ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ എല്ലാം പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് നോക്കാൻ പോകുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾസ് എ ഫംഗ്ഷൻ മീൻസ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് എ ഗ്രൂപ്പ് ഓഫ് എൻ ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. x1, x2 എക്സെട്ര, xn ജനറൽ ടേം ഞാൻ പറയുകയാണ്, എക്സെട്ര. ദിസ് ഇസ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് മീൻസ് ദേ ആർ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്. സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എന്താണ്? ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസും ഈ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിം സാമ്പിൾ സ്പേസിലാണ്. ആൻഡ് ദേ ടേക്ക് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കാണ് അവർ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രം സാമ്പിൾ സ്പേസ്, സെയിം സാമ്പിൾ സ്പേസ് ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ്, എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഓർ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസിനെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യണം. അതായത് ടോസിങ് എ കോയിൻ റിപ്പീറ്റഡ്ലി, ഒരു പ്രാവശ്യമല്ല, ടോസിങ് എ കോയിൻ റിപ്പീറ്റഡ്ലി ഫോർ എവർ, കുറേ തുടർച്ചയായിട്ട് ഇങ്ങനെ കോയിൻ ടോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വിചാരിക്കുക. ഇതാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പം ഞാൻ ഓരോ ടോസിലും ഞാൻ ഓരോ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോസിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും. x2 എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ടോസിൽ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും. എക്സെട്ര xn അത് പറഞ്ഞാൽ nth ടോസിൽ ജനറൽ ടേം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും. സച്ച് ദാറ്റ് xn എന്ന് പറയുന്ന ജനറൽ ടേം, xn കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വിൽ ടേക്ക് ദ വാല്യൂ 1 ഇഫ് nth ടോസ് ഇസ് എ ഹെഡ്.
nth toss is a head. nth toss head ആവുകയാണെങ്കിൽ ഞാൻ പറയാണ് xn will take the value 1 and will take the value 0 if nth toss is a tail. nth toss ഒരു tail ആവുകയാണെങ്കിൽ xn will take the value 0. അതായത് ഇപ്പോൾ x1 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എങ്ങനെയാണ് വാല്യൂ എടുക്കുക? 2 values 1 and 0. ഹെഡ് ആണിച്ചാൽ 1, ടെയിൽ ആണിച്ചാൽ 0. x2 അതേപോലെയാണ്. സെക്കൻഡ് ടോസ് ഹെഡ് ആണിച്ചാൽ 1 എന്നുള്ള വാല്യൂ, സെക്കൻഡ് ടോസ് ടെയിൽ ആണിച്ചാൽ 0 എന്നുള്ള വാല്യൂ. അപ്പം നമുക്ക് കിട്ടുന്നു x1, x2, എക്സെട്ര xn എന്നെല്ലാം പറയുന്നതാണ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് റിസൾട്ടുകൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഒരു റാൻഡം വേരിയബിളല്ല നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഇപ്പം ഈ പറഞ്ഞതിൽ ഈ റാൻഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ടോസിലത്തെ റിസൾട്ട് സെക്കൻഡ് ടോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ദീസ് ആർ എഗെയിൻ പിന്നെ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. പ്രത്യേകമായിട്ട് ദേ ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റും കൂടിയാണ്. ഈ എക്സാമ്പിളിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് കോൾഡ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. എന്താ ഇതിന് പറയുന്നത്? കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. എന്താണ് കൺവേർജൻസ്? കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പോയിന്റിലേക്ക് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യണം. കുറേ നമ്പേഴ്സ് ഒരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സ്, ആ നമ്പേഴ്സ് എവിടേക്ക് പോകണം? ഒരു വാല്യൂയിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മളടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് റാൻഡം വേരിയബിൾസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസ് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. x1, x2, എക്സെട്ര xn, എക്സെട്ര. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. അപ്പം ഞാൻ പറയാണ് ദി സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഇസ് കൺവേർജിങ് ടു എ കോൺസ്റ്റൻറ്റ് എ. കൺവേർജ് ചെയ്യാണ്, ഒരു കോൺസ്റ്റൻറ്റ് എയിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്. കൺവേർജ് ടു എ കോൺസ്റ്റൻറ്റ് എ എന്നെപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഒരു എയിലേക്ക് കൺവേർജ് ചെയ്യപ്പോഴാണ്, അതായത് x1 ഇങ്ങനെ പോയിട്ട് x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന ഈ റാൻഡം വേരിയബിൾസ് എവിടേക്ക് പോകും? എൻ്റെ അടുത്തേക്ക് പോകും. അതായത് എക്സെട്ര എന്ന്. അതായത് x1 ആകുമ്പം എൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക്, x2 ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അടുത്തേക്ക്, അങ്ങനെ xn ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അടുത്തേക്ക്. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ ഈ 1, 2, 3 n അതിങ്ങനെ കൂടി വരുമ്പോൾ ഇത് കൂടുതൽ എയുടെ അടുത്തേക്ക് പോകും. അതിനെ നമ്മൾ കൺവേർജ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ xn എയിലേക്ക് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? xnഉം എയും വളരെ അടുത്തെത്തും എന്നാണ് പറയുക. അപ്പോൾ xnഉം എയും വളരെ അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറയുക എന്നല്ല അർത്ഥം. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസിന് നമ്മളെങ്ങനെ എഴുതും? xn മൈനസ് എ. ഇതിൻ്റെ സൈന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? മോഡുലസ് ഓഫ് xn മൈനസ് എ എന്ന് എഴുതും. മോഡുലസ് ഓഫ് xn മൈനസ് എ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ xn ആൻഡ് എ. അപ്പോൾ xn എയിലേക്ക് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ xnഉം എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറിയ നമ്പർ, ഞാൻ അതിനെ ആപ്സലോൺ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഞാൻ പറയാണ് xn മൈനസ് എ ഇസ് ലെസ് ദാൻ ആപ്സലോൺ. xnഉം എയും തമ്മിലുള്ള ഡിഫറൻസ് എയും തമ്മിലുള്ള ഡിഫറൻസ് ആപ്സലോൺ എന്ന് പറയുന്ന വളരെ ചെറിയൊരു നമ്പറാണ്. ഇപ്പോൾ 0.0001 ആയിക്കോട്ടെ, അതിനെക്കാട്ടും കുറവാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇവർ തമ്മിൽ വളരെ അടുത്തെത്തി എന്നല്ല അർത്ഥം അല്ലേ. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ xn മൈനസ് എ ലെസ് ദാൻ ആപ്സലോൺ ആവുക. പക്ഷെ നമ്മൾ വെറും കൺവേർജൻസ് അല്ല ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇതാണ് അവർ അടുത്തെത്തി എന്നുള്ളതിൻ്റെ അർത്ഥം. xnഉം എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറഞ്ഞു എന്ന് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇൻ പ്രോബബിലിറ്റി പറയും ഇതിനുള്ള സാധ്യത, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് ഈസ് വെരി ലാർജ്. കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രോബബിലിറ്റി ലാർജ് ആവുക എപ്പോഴാണ്? പ്രോബബിലിറ്റിക്ക് ഏറ്റവും വലിയ വാല്യൂ എടുക്കാൻ പറ്റുന്ന 1 ആണ്. അപ്പോൾ ദിസ് പ്രോബബിലിറ്റി വിൽ ടെൻഡ് ടു 1. എപ്പോഴാണ്? ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വരണം അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്നിൻ്റെ വാല്യൂ x1, x2, x3, x4 അങ്ങനെ വലിയ വാല്യൂയിലേക്ക് പോകുമ്പോഴേക്കും xnഉം എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറയും. വളരെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുമ്പോഴും ഇവിടെ അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി പറയും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ എങ്ങനെ പറയാറ്, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ, എക്സ് എന്നും എയും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ആപ്സലോൺ, ആപ്സലോണിനെക്കാട്ടും കൂടുതലാവുക. അത് സംഭവിക്കാത്ത കാര്യമാണ്. ആ അതിനുള്ള സാധ്യത വളരെ കുറവാകും. ഇറ്റ് ഇസ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് പറയാം, കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. ഇങ്ങനെ എഴുതണേന് ഞാൻ പറയും എക്സ് എൻ വിൽ കൺവേർജ് ടു എ ഇൻ പ്രോബബിലിറ്റി. അത് നമ്മളെ ഭാഷയിൽ ഇങ്ങനെ എഴുതും. അപ്പോൾ ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. ഒന്നും കൂടി പറയാം, ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്, അത് കൺവേർജസ് ടു എൻ കോൺസ്റ്റന്റ് എ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുക ഇൻ പ്രോബബിലിറ്റി എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക, കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് എന്നും എയും വളരെ അടുത്തേക്ക് വരിക എന്നർത്ഥം. എക്സ് എന്നും എയും വളരെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെയാണ് എഴുതുക, എക്സ് എൻ എയുടെ അടുത്തേക്ക് വരിക എന്നല്ല നമ്മൾ പറയുക. മാത്തമാറ്റിക്കലായിട്ടുള്ള ഭാഷയിൽ നമ്മൾ പറയുന്നത് എക്സ് എന്നും എയും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലെസ് ദാൻ ആപ്സലോൺ. ചെറിയൊരു നമ്പറിനെക്കാട്ടും കുറയാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെയാണ് ടെൻസ് ടു 1. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ടെൻസ് ടു 1. അതിനെയാണ് നമ്മൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറയുക. ഓർ ഇതിന് മറ്റൊരു തരത്തിൽ എഴുതാം, കോംപ്ലിമെന്റ് എടുത്തിട്ട് എഴുതാം, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ എഴുതിയാൽ എനിക്ക് പറയാം എക്സ് എൻ വിൽ ടെൻ ടു എ ഇൻ പ്രോബബിലിറ്റി. ഇപ്പം എ എന്ന് പറയുന്ന ഒരു നമ്പറിന് പകരം ദ സീക്വൻസ് x1 x2 എക്സെട്ര xn എക്സെട്ര, ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ വിൽ കൺവേർസ് ടു അനദർ റാൻഡം വേരിയബിൾ. അതിനിപ്പോൾ നമ്മൾ എങ്ങനെ പറയാ, xn വിൽ ടെൻ ടു എ റാൻഡം വേരിയബിൾ എക്സ് ഇൻ പ്രോബബിലിറ്റി എന്ന് നമ്മൾ പ്രോബബിലിറ്റിയുടെ ലാംഗ്വേജിൽ എങ്ങനെയാ പറയാ, xn എക്സിൻ്റെ വളരെ അടുത്തേക്ക് വരികയാണ്. അതായത് എക്സനും എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ലെസ് ദാൻ ആപ്സലോൺ. ഇതാണ് അടുത്തു വരിക എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മളെ ഭാഷ. അതിനുള്ള സാധ്യത, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് തിങ് വിൽ പ്രോബബിലിറ്റി ഓഫ് ദിസ് വിൽ ടെൻ ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ ഓർ തിരിച്ചിട്ടും പറയും. രണ്ട് തരത്തിലുള്ള പറച്ചിലും നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഷെബിഷെവ്സ് ഇനീക്വാളിറ്റിയിൽ ഇങ്ങനെ കോംപ്ലിമെന്റ് എടുത്തിട്ടുള്ള ഒരു പറച്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സലോൺ വിൽ ടെൻ ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ പറയുന്നതിനെ നമ്മൾ പറയും സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിപെൻഡൻസ് എന്ന് സ്റ്റൊക്കാസ്റ്റിക് കൺവേർജൻസ് എന്ന് പറയും. ഇറ്റ്സ് ഓൾസോ കോൾഡ് സ്റ്റൊക്കാസ്റ്റിക് കൺവേർജൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്.